Two hearts, one journey, passport pages, open skies, carry-ons and crazy laughs, chasing days that feel alive. New streets, same team, every city, same dream. Hit record, let it roll. Every frame a little soul. Hey, yeah. This is our story. This is our world. Every mile, every smile that we share unfolds. From the views to the bites and the late night talks. This is us, this is love, this is V&V Blogs. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വെയിൽസ് ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് ലാൻഡിഡ്നോ എന്ന് പറയുന്ന ഒരു സീ സൈഡ് ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ പ്രധാനമായിട്ട് നമ്മൾ പോകുന്നത് ഈ കേബിൾ കാർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഏകദേശം ഈ കേബിൾ കാർ സ്റ്റേഷനിൽ നമ്മൾ എത്തണമെങ്കിൽ ഏകദേശം 70 ഡിഗ്രി ചരിവുകൾ കയറി വേണം നമ്മൾ അവിടെ എത്താൻ. നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഏകദേശം 4000 വർഷം പഴക്കമുള്ളൊരു കെട്ടിടം കാണാം. ഈ കെട്ടിടം എന്ന് പറയുന്നത് കോപ്പർ ഖനനം ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. ഇന്നത് വർക്കിംഗ് അല്ല, പക്ഷെ നമുക്കവിടെ ഇപ്പം പോവുകയൊക്കെ ചെയ്യും. വിത്തൗട്ട് ഫീ നമുക്ക് പോയി അത് കാണുകയൊക്കെ ചെയ്യാം. പിന്നെ ഇത് അവിടുത്തെ ട്രാമ്പാണ്. നമുക്കൊന്നെങ്കിൽ ക്ലിഫിൽ നിന്ന് ഈ ട്രാമ്പിൽ കയറി ടോപ്പ് ഹിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ മിഡിലിൽ ഒരു സ്റ്റേഷനുണ്ട്, അവിടെ നിന്ന് നമുക്ക് ടോപ്പ് സ്റ്റേഷനിൽ പോയി ഇറങ്ങുകയോ ചെയ്യാം. ഞങ്ങൾ ഇത് യൂസ് ചെയ്തില്ല. ഞങ്ങൾ ഡയറക്റ്റ് കാറിൽ നമ്മുടെ കേബിൾ കാർ സ്റ്റേഷൻ്റെ അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും പോവുകയാണെങ്കിൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇതിലൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്തേക്കുക. ഇതെന്ന് പറയുന്നത് ഇവിടുത്തുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമാണ്. മിനി ഗോൾഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹാപ്പി വാലിക്കും സമ്മിറ്റിനും ഇടയിലാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡൾട്ട്സിന് ഡബിൾ വേ ആണെങ്കിൽ 16 പൗണ്ടും ചിൽഡ്രൻ ആണെങ്കിൽ 13.15ഉം ഫാമിലി ആണെങ്കിൽ 46 പൗണ്ടുമാണ്. സിംഗിൾ വേ ആണെന്നുണ്ടെങ്കിൽ അഡൽട്ട്സിന് 15.50ഉം ചൈൽഡിനാണെങ്കിൽ 13 പൗണ്ട്സും ഫാമിലിക്ക് സിംഗിൾ വേ ആണെങ്കിൽ 43 പൗണ്ട്സുമാണ് ആകുന്നത്. പിന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കേബിൾ കാർ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർ ക്യാഷ് കൈ കരുതണം. കാരണം അവിടെ ഉള്ള ക്യാഷിങ് സർവീസാണ്. അവർ കാർഡൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ചെയ്തോണ്ടിരിക്കുകയാണ്. ലോങ്സ്റ്റ് കേബിൾ കാറാണ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ. ഞാനത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും തന്നെ ഞാൻ ഒരു സംഭവം കാണിച്ചില്ലേ, നമ്മുടെ വിൻഡ് മിൽ സിസ്റ്റം. അത് അവിടെ ഇങ്ങനെ കടലിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടങ്ങിരി ചെറിയ പേടിയുണ്ട്. പാലം കൂടത്തൊരു ജോയിന്റ് അങ്ങനെ വരുന്നുണ്ട്. അല്ലാതെ സ്മൂത്ത്ലിയാണ് പോകുന്നത്. പക്ഷെ നല്ല സേഫ് ആണ്. ഓപ്പൺഡ് ആണ്. കുറച്ച് നല്ല തണുപ്പുണ്ട്. വിഷ്ണുവാണെങ്കിൽ ജാക്കറ്റില്ല. ഞാൻ ജാക്കറ്റ് പക്ഷേ ഞാൻ വിഷ്ണു പറഞ്ഞ വിഷ്ണു എടുത്തില്ല. അപ്പോ നല്ല തണുപ്പുണ്ട്. പിന്നെ അവിടെ ഇപ്പുറത്തെ സൈഡില് ട്രാം ആണത്. അതായത് റോഡിൽ കൂടെ പോകുന്ന അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. സൂം ചെയ്ത് കുറച്ച് കാണിക്കാൻ. റോഡിൽ കൂടെ പോകുന്ന ഞാൻ ആഡ് ചെയ്യാം ഈ വീഡിയോയില്. അത് എടുത്ത് അതാണ് അത്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിറ്റിക്കകത്തോട്ടുള്ള റൈഡാണ്. അതിന് എത്രയായിരുന്നു? 10 പൗണ്ട് ഒരാൾക്കല്ലേ? അത്ര 10-11 പൗണ്ടാണ് അതിൻ്റെ റേറ്റ്. അതിങ്ങനെ സിറ്റിക്കകത്തൂടാണ്. എന്നിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ഇവിടെ വന്ന് നിൽക്കും. അതാണ്. എനിക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വന്ന് ഈ കേബിൾ കാറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തിരിച്ച് അതിനകത്ത് തന്നെ കയറി തിരിച്ച് റിട്ടേൺ പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതാണ് അതിനകത്തുള്ളത്. പിന്നെ കണ്ടോ ഒരെണ്ണം ഓൾറെഡി അവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. കണ്ടോ, മറ്റേ പോയി കഴിഞ്ഞപ്പോൾ ഇനി അത് വന്ന് അത് തിരിച്ചു പോവാ.
ഏകദേശം 5 minutes 10 minutes കണ്ടോ അത് ആ വ്യൂ ഉണ്ടോ? നല്ല രസമാണ്. ഇതുമല്ല ഹൈറ്റ്, പക്ഷെ കരുതില്ല നമുക്ക് പേടിക്ക് നല്ല രസമുണ്ട് ചുറ്റുപാടും കാണാൻ. പക്ഷെ ഇടയ്ക്കിങ്ങനെ സാധനത്തെ തട്ടലുണ്ട്. ഞങ്ങൾക്ക് ചെറുതായിട്ട് നല്ല പേടിയുണ്ട്. അപ്പം ഗൈസ് ഒരു സൈഡിൽ ഫുള്ളും ഫ്ലാറ്റുകൾ വീടുകൾ, മറു സൈഡിലാണെന്നുണ്ടെങ്കിൽ കടല്. ഓ മൈ ഗുഡ്നസ്, അയ്യോ എനിക്ക് ശരിക്കും പേടിയുണ്ട്. ഇഷ്ടച്ചേട്ടനാണെങ്കിൽ ബാക്ക് കാണാത്തോണ്ട് ഇഷ്ടം അത്രയും പേടി. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, പേടിയുണ്ട്. പക്ഷെ എനിക്ക് നല്ല ഹൈറ്റിലാണ് പോകുന്നത്. പറയുന്നതിന്റെ കൂട്ടല്ല, നല്ല പൊക്കത്തിലാണ്. അപ്പം ഗൈസ് നമ്മൾ അവിടാണ് പോകുന്നത്. അവിടോട്ട് പോകാനുള്ള ഇനി തിരിച്ചുള്ള ഇതിനു വേണ്ടിയുള്ള ആൾക്കാർ ക്യൂ നിൽക്കുവാണ്. ബൈ, സീ യു. അപ്പം ഗൈസ് നമ്മുടെ ഗൈസ് ടീംസ് അവിടെ നിൽക്കുകയാണ്. ഇതാണ് ലാൻഡിഡ്നോ പയർ അഥവാ കടൽപ്പാലം എന്ന് പറയും. നമുക്ക് നമ്മൾ ചെന്നിറങ്ങുന്നതെന്ന് റൈഡിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിഡ്നോ പയറിൽ നമുക്ക് പോകാൻ പറ്റും. ഒരുപാട് ഷോപ്സും കാര്യങ്ങളും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ ഡയറക്റ്റ് കേബിൾ കാറിൽ കയറുകയാണ് ചെയ്തത്. കേബിൾ കാർ നമ്മൾ വന്ന് ആ സെയിം വേയിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി നമ്മൾ കാറ് കിടക്കുന്നിടത്തോട്ട് പോയിട്ട് നമ്മൾ പിന്നെ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ചെയ്തത്. വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ക്ലച്ച് കിട്ടുമ്പോ ആക്സിഡന്റിന്റെ കാല് ചൊറിയും. ഞാൻ ചോദിച്ചോണ്ടിരുന്നപ്പോഴേ വണ്ടി വന്നത്. ഞാൻ 2 കാലും താഴെയില്ല, ഞങ്ങളുടെ തപ്പുവാ. 2 കാല് താഴെയില്ല, ഞാൻ ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പൊക്കി വെച്ച് പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് വളരെ വണ്ടി കയറി വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേര് ക്വിം ഇഡ്വാൾ എന്നാണ്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CWNIDWAL എന്നാണ്, ക്വിം ഇഡ്വാൾ എന്നാണ് വായിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവിൾ കിച്ചൺ എന്നറിയപ്പെടും. അതായത് ഈ മൗണ്ടൻ നമ്മൾ കുറച്ച് നമ്മൾ നടന്നെല്ലാം ചെന്ന് കഴിയുമ്പോൾ ഈ മൗണ്ടൻസിൻ്റെ ഇടയിൽ ഒരു ലേക്കുണ്ട്. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഫ്ലോറാസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെറൈറ്റി ഫ്ലോറാസിന് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം നടക്കാൻ 1.5 തൊട്ട് 2.5 മണിക്കൂറാണ് ഇവിടുത്തെ നമുക്ക് നടത്തമുള്ളത്. നമുക്ക് പാർക്കിങ്ങിന് അവിടെ നമ്മൾ ഫീ അടയ്ക്കണം, അല്ലാതെ ഇവിടെ കയറുന്നതിന് പേയ്മെൻ്റ് ഇല്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. പിന്നെ ഇതിനൊരു ഹിസ്റ്ററി ഉണ്ട്. ഈ ഹിസ്റ്ററിയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാൾസ് ഡാർവിൻ്റെ ഫേവറേറ്റ് സ്റ്റഡി പ്ലേസ് ആയിട്ടാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ചെറിയൊരു ട്രക്കിംഗ് റൂട്ടാണ്. നമ്മൾ നടന്നു പോകണം. ഒരുപാട് ആൾക്കാർ സ്റ്റിക്കും ഒക്കെ ആയിട്ട് വരും. നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്താണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇങ്ങനൊരു പാലവും ചെറിയൊരു കൊച്ചു തടാകവും കൂടെ കാണാം. അപ്പം നല്ല രസമാണ് കണ്ടത്. നദി ഇങ്ങനെ ഒരു ചെറിയ ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നടന്ന് നമ്മുടെ മൗണ്ടൻസിൻ്റെയൊക്കെ ഒത്ത നടുക്കുള്ള നമ്മുടെ ഡെവിൾ കിച്ചൺ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രശസ്തമായ ലേക്കാണിത്. നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ ഒരുപാട് ഇറങ്ങിയില്ല, കാരണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട്. കാരണം അവർ ഞങ്ങളെക്കാളും മുന്നേ ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. അതിമനോഹരമായ വ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വെയിൽസ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഞങ്ങളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണുന്നതിനും വരെ ബൈ. This is real.